പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി കൂട്ടുകാരന്മാരുടെ മനസ്സ് തുറക്കണം. നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് വെച്ചപ്പോൾ അതേടാ, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇന്ന് വരെ ഒന്നിച്ച് ഒരു റൂമിൽ കിടക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. എനിക്കിപ്പോഴും അവൾക്ക് ഇപ്പോഴും എന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അനന്തപുരിയിലാണെങ്കിൽ മരുമക്കളെ ഉപേക്ഷിച്ച ചരിത്രവും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം നശിച്ചടാ. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ അന്ന് ഞാൻ നിങ്ങളോടൊക്കെ അന്ന് എൻ്റെ മനസ്സ് തുറന്നതല്ലേ. നിങ്ങൾക്കെങ്കിലും എന്നെയും നന്ദുവിനെയും കൂടി ഒന്നിപ്പിക്കായിരുന്നില്ലേ. ഇനി എൻ്റെ മുന്നിൽ ആകെ ഒരു വഴിയുള്ളൂ, മരണം. അത് ഞാൻ തീർച്ചപ്പെടുത്തി. അല്ലാതെ ഇപ്പോൾ നന്ദു എന്നെ കാണുമ്പോൾ ഒന്ന് വിളിക്കുകയും മിണ്ടുകയും പോലും ചെയ്യുന്നില്ല. അതിനും അവളുടെ വീട്ടുകാരൻ തന്നെയാണ് കാരണം. എനിക്കറിയാം, അവളെ തട്ടിക്കൊണ്ടുപോയി അവളുടെ വീട്ടിൽ ചെന്ന് ചേച്ചി നയനേട്ടത്തിനെ തട്ടിയിട്ട് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് എനിക്ക് വെറുത്ത് അവളെ കാണുന്നത് തന്നെ ഇഷ്ടമില്ലാണ്ടായി. വീട്ടിൽ കയറാനേ പോലും തോന്നുന്നില്ല. എന്നെ സ്നേഹിക്കുന്നവരുടെ കുറച്ച് പേരുടെ മുഖം ഓർത്തിട്ട് മാത്രമാണ് ഞാൻ മരിക്കാണ്ട് ഇങ്ങനെ കഴിയുന്നതൊക്കെ പറഞ്ഞ്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എൻ്റെ മരണ വാർത്ത കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ ഇനി അങ്ങോട്ട് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ആകെ വിഷമത്തിലാവുന്നുണ്ട്. അതിനുശേഷം അവർ നന്ദുവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്തിനാടാ നീ എന്നെ വിളിച്ച് വരുത്തിയെന്ന് കൂട്ടുകാരന്മാരോടായി ചോദിച്ചപ്പോൾ പറയുന്നേടി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അവൻ വിളിക്കുമ്പോൾ നിനക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം, അവനോടൊന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നീ എന്തീ പറയുന്നത്, അവൻ്റെ ഭാര്യ പെണ്ണിന് ഇഷ്ടമല്ലടാ, അല്ലെങ്കിൽ തന്നെ നിനക്കറിയാവുന്നതല്ലേ എന്നെ തട്ടിക്കൊണ്ട് പോയതും എന്നെ കൊല്ലാൻ നോക്കിയതൊക്കെ അവളും അവളുടെ അച്ഛനും കൂടിയാണ്. ഞാൻ അനിയെ കാണുന്നുണ്ടെന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണം. കാണാണ്ട് തന്നെ ഇങ്ങനെ, അപ്പോൾ കണ്ടു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കിനി ഒന്നും പറയാനില്ല, അന്ന് നിന്നോട് 100 തവണ പറഞ്ഞതല്ലേ, അപ്പം നീയും നിൻ്റെ വീട്ടുകാരുമാണ് എതിർത്തത്, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയടി എന്ന് പറഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ഞെട്ടാണ്. എന്നിട്ട് പറയും, നിനക്കറിയോ അവനിപ്പോൾ മരണത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുന്നത്, മരണത്തെക്കുറിച്ച് മാത്രം അവൻ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നന്ദു ആകെ തകർന്നു പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ നിനക്ക് അവനെ ഒന്ന് വിളിക്കുക, സമാധാനിപ്പിക്കുക, അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് അത്രയും പറയാനുള്ളൂ. ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അയാളെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാരങ്ങോട്ട് പോകും. നന്ദുകനാകെ വിഷമത്തോടെ നിൽക്കും. അതിനുശേഷം വീണ്ടും നന്ദുങ്ങനെ ആലോചിക്കുന്നു, അനി ഇങ്ങനെ ആലോചിക്കുന്ന കാര്യമായിട്ട് കാണുന്നത്, അനന്തപുരി തറവാട്ടിൽ മരുമക്കളെ ഡൈവോഴ്സ് ചെയ്യുന്ന ഒരു ചരിത്രം ഇല്ലാത്തത് കൊണ്ട് ജീവിതകാലം മുഴുവനും അനാമിക എൻ്റെ തലയിൽ തന്നെ ആവും എന്ന് ചിന്തിച്ച് അനി ഒരു പുഴയിലേക്ക് എടുത്ത് ചാടുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അത് നമ്മൾ നന്ദു സ്വപ്നം കണ്ടത് തന്നെയാണ്. നന്ദു പെട്ടെന്ന് പേടിച്ചിട്ട് അനിയെ വിളിക്കുന്നുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിവിടെ അടുത്ത് വീട്ടിലേക്ക് പോകാൻ പോകുന്നു പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് കാണണം, ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ എന്താ നന്ദു, എന്താ വല്ല പ്രശ്നമുണ്ടോ എന്ന് വെച്ചപ്പോൾ അതൊന്നുമില്ല, ഒക്കെ വന്നിട്ട് പറയാം, വായോ, ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം നന്ദുവിൻ്റെ അടുത്തേക്ക് അതിന് ചെല്ലുന്നുണ്ട്. എന്തിനാ കാണണം എന്ന് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ നീ എന്തൊക്കെ അവന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, നീ ഇതിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ, അതൊക്കെ പാടണമെന്ന് വെച്ചപ്പോൾ അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കിഷ്ടമുള്ള ആൾക്കാരൊക്കെ അതിൽ നിന്ന് അകന്നു പോയി. അന്ന് നിനക്കും കൂടി അറിയുന്നതല്ലേ എൻ്റെ മനസ്സ്, എന്നിട്ട് നീ കാണാതെ തിരിഞ്ഞു നടന്നത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത്. ഇപ്പം നിനക്കറിയോ, ആദർശേട്ടൻ 3 ബ്രാഞ്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ പണമുണ്ട് എനിക്ക്. പക്ഷേ എന്താ കാര്യം, ഒരു ദിവസം പോലും സ്വസ്ഥതയും സമാധാനവും ഇല്ല. അവളെ കാണുന്നത് എനിക്കും എന്നെ കാണുന്നത് അവൾക്കും വെറുപ്പാണ്. എൻ്റെ ജീവിതം നശിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അതുകൊണ്ടാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചത്. നന്ദു ആണെങ്കിൽ ഒന്നും ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കയില്ല, സംസാരിക്കയില്ല, കാണാനും കൂട്ടാക്കില്ല. അവൾക്ക് വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്നവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നവരെയും മാറ്റി നിർത്താൻ എനിക്ക് കഴിയണമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കാം, ഫോൺ എടുക്കാം, അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകളൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ സന്തോഷത്തോടെ തന്നെയാണ് പിരിയുന്നത്. പിന്നീട് നന്ദുവിന് ഒരു സംശയം തോന്നിയിട്ട് നന്ദു പെട്ടെന്ന് തന്നെ ആ അമ്മ പോയ പണിക്കരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പണിക്കർ ചോദിക്കുന്നത്, എന്ത് പറ്റി മോളെ, ജ്യോത്സ്യത്തിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, അമ്മ വരുമ്പോൾ കൂടെ വരാറ് പോലില്ലല്ലോ, ഇന്നിപ്പോൾ ആകെ നിരാശയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ജ്യോത്സ്യനോട് പറയുന്നുണ്ട്. അപ്പോൾ ജ്യോത്സ്യൻ പറയുന്നുണ്ട്, ഞാൻ അമ്മനോട് പറഞ്ഞ അതേ വാക്ക് തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ, എന്നാലും ഒന്നും കൂടെ നോക്കാമെന്ന് പറയും. ഒന്നും കൂടെ നോക്കുമ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല, വിവാഹം കഴിഞ്ഞ പയ്യനാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് കുട്ടിയുടെ അടുത്തേക്ക് എന്നെ വരും, നിങ്ങൾ തമ്മിൽ ഒരുമിക്കും എന്ന് പറഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ഞെട്ടണം, അതെങ്ങനെ സംഭവിക്കും, അവനൊരു ഭാര്യയുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയില്ല, പക്ഷേ ഞാൻ കവടിയെ കാണുന്നത് സത്യം മാത്രമേ പറയുള്ളൂ, എങ്ങനെയൊക്കെ പോയാലും നിങ്ങൾ തന്നെ ഒന്നിക്കുള്ളൂ, അതിന് എന്ത് കാരണം എന്നൊന്നും വ്യക്തമല്ല, പക്ഷേ ഇത് സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലും ഒരു വനിതാ SI ആവാൻ സെലക്ഷൻ കിട്ടും, ജോലിയും കിട്ടും എത്രയും പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദു എല്ലാം കേട്ടിട്ട് ലാസ്റ്റ് ഒരു വിഷമത്തോടെ തന്നെ ദക്ഷിണ എടുത്ത് കൊടുത്തപ്പോൾ, വിഷമത്തോടെ ദക്ഷിണ തരരുത്, ഞാൻ പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളാണ്, അതുകൊണ്ട് സന്തോഷത്തോടെ തരണം എന്ന് പറഞ്ഞ് നന്ദു അങ്ങനെ ചിരിച്ചുകൊണ്ട് കൊടുക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ദർശിനിയും നയനയുമാണ്. രണ്ടുപേരും കൂടെ റൂമിൽ തന്നെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
എന്നിട്ട് പറയുന്നത് നിനക്ക് വയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടക്കായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കരൾ കൊടുക്കുകയാണ് ചെയ്തത്, അല്ലാണ്ട് സ്വീകരിക്കുകയല്ല ചെയ്തത്. ആ സ്വീകരിച്ച ആൾ വരെയും പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ എനിക്കെന്താ കുഴപ്പമെന്ന് പറയും. ഇവിടെ കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്, നമുക്ക് അവിടേക്ക് പോകാമായിരുന്നു എന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ നമുക്ക് പോകാമെന്നും പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ കഴിഞ്ഞു പോയതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുമെന്ന് ആദർശ് പറയും. അതായത് അമ്മ ആസ്പത്രിയിൽ കിടന്നിട്ടുള്ള നിമിഷങ്ങൾ തുടങ്ങി ഇങ്ങോട്ടുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോൾ, അതെ അതും എനിക്കൊരു സ്വപ്നമായിട്ട് തന്നെയാണ് എല്ലാം തോന്നുന്നതെന്ന് പറയും. ഇന്നല്ലെങ്കിൽ നാളെ അമ്മയുടെ വെറുപ്പ് മാറും നിന്നോടുള്ളത് എന്നും പറയുന്നുണ്ട്. ഏഹ് അതിന് പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞുണ്ടാവണം. ഒരു കുഞ്ഞുണ്ടായാലുണ്ട് മുത്തശ്ശിയൊക്കെ ആകുമ്പോൾ അമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ സന്തോഷത്തോടെ നയനയുടെ മുടിയിൽ തലോടിക്കൊണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.